ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ മീൻ ചേച്ചിയുടെ അവിടെ കുറേ നാളുകളായി എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മീൻ ചേച്ചിയുടെ വീട്ടിൽ പോയെങ്കിലും ഇത് കുറേ നാൾക്ക് ശേഷം ലിസി ആൻറ്റി ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കണു. ഞങ്ങളെല്ലാവരും പണിയിലാണ്, എല്ലാവരും ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മേരി ചേച്ചി ചക്ക വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക ആൾ തന്നെ വറുത്തത്, അതാണ് അനു കഴിച്ചുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഫുൾ പണി. ഇതിപ്പോൾ അനുവാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള സത്യത്തിൽ അനുവാട്ടോ. അപ്പം നമ്മളിവിടെ എന്തിനാ കൂടിയിട്ടില്ലെന്നൊക്കെ വഴിയെ പറയാട്ടോ. ചേച്ചി വീഡിയോ എടുക്കണ നേരം കണ്ട് വന്നതാട്ടോ ഈ സവാള അരിയാനായിട്ട്. അതുവരെ അനു മാത്രമായിരുന്നു അരിയുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഇതെന്നിട്ട് സാധനം മറ്റേ പിടി, കോഴിപ്പിടിയുടെ പിടിക്ക് വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. എന്റെ കഴിഞ്ഞപ്പോ ഞാൻ എണീറ്റു. ആൾക്കാർ വിചാരിക്കും ഞാൻ ഇവരടുത്തത് വെള്ളുള്ളി. ലിസാൻഡി വന്നപ്പോ തൊട്ട് ഇളക്കാൻ ഊതിക്കോ ഊത് കാണട്ടെ. ലിസാൻഡിന്റെ ഫോട്ടോ എടുക്കാൻ വളയൊക്കെ ഇട്ടിട്ട് വന്നേക്കണേ, കണ്ട? അതാണ് ആരാ ലിസാൻഡിനിയാ? എന്തേ മീൻ ചേച്ചി പിന്നെ ഓൾ ഇൻ ഓൾ ആയിട്ട് നടക്കണ്ട്. മീൻ ചേച്ചി നിർത്തിയാ വീഡിയോ എടുത്തപ്പോ മാത്രം കഴിഞ്ഞ്. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, മേരി ചേച്ചിയും പണിയെടുക്കണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് പണിയെടുത്തിട്ടുള്ളത് സത്യത്തിൽ ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും നന്നായി പണിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇവിടെ കോഴി വെക്കണേന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുമ്പോ വേറെയോ മീൻ ചേച്ചി ഒന്ന് പറ. അത് കോഴി വെക്കാൻ ഞങ്ങൾക്ക് ഇത്തവണ ഒരു ദിവസം കിട്ടിയില്ല. അടിപ്പള്ളിപ്പള്ളി പോയി ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പൊ നമ്മള് അവിടെ പോവാൻ പ്ലാൻ ചെയ്ത് വന്നപ്പോ മഴയും ഇതൊക്കെ ആയത് കാരണം ഞങ്ങള് നമ്മുടെ വീട്ടിൽ തന്നെ പള്ളിയിൽ പോയി നേർച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി കോഴി വെച്ച് ഞങ്ങള് ആഘോഷിക്കാൻ പോകും. അതിന്റെ ഒരു ഒരുക്കവും കാര്യങ്ങളും ആണ് ഇപ്പൊ നടക്കുന്നത്. അതും പിടിയാണ്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ട ഉരുട്ടാൻ മതി. ആത്മാർത്ഥമായിട്ട് ഉണ്ട ഉരുട്ടുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വീഡിയോയിൽ മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനുവിൻ്റെ ഡാഡിയും മമ്മിയും വീഡിയോ കോൾ ചെയ്ത് ഇവിടുത്തെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ അനു കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും വന്നു. പിന്നെ സിം ചേച്ചി ലാസ്റ്റാണ് വന്നത്. സിം ചേച്ചിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, അവിടെ നിന്നാണ് വന്നത്. പിന്നെ ദേ നമ്മുടെ പിടി റെഡി ആയിക്കൊണ്ടിരിക്കും, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വെള്ളമാണോ? വെള്ളം, വേപ്പില, വെളുത്തുള്ളി ചാച്ചിട്ടിട്ട് ഇനി അതിലിട്ടിട്ട് പുഴുങ്ങുക. പാലൊഴിക്കും, തേങ്ങാപ്പാലൊഴിച്ചിട്ട് പിടിയിടും. സൂപ്പറാ. അങ്ങനെ നമ്മുടെ ലൗലി ആൻറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പിടി ഉണ്ടാക്കിയത്. അതിന് ശേഷം നമ്മൾ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, ഇവർ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലിസി ആൻറ്റിയാണ് ഇതും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ലിസി ആൻറ്റി ഒരു ഇളക്കൽ സ്പെഷ്യലിസ്റ്റായി മാറി. ആനി ആൻറ്റി തൊട്ടപ്പുറത്തെ ആനി ആൻറ്റി ഉണ്ട്, കണ്ട? നല്ല അടിപൊളി പിടി. നമ്മൾ പിടിയുടെയും കോഴിയുടെയും പിടിയുടെയും ഒരു ഇത് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. ഇത് അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. മീൻ ചേച്ചിയാണ് ഡയറക്ഷൻ ഫുള്ള് മീൻ ചേച്ചി. ഇതിപ്പോൾ നമ്മൾ രണ്ട് തരം ചിക്കനും ഉണ്ടായിരുന്നു. നാടൻ ചിക്കനും ഉണ്ടായിരുന്നു, ബ്രോയിലർ ചിക്കനും ഉണ്ടായിരുന്നു. രണ്ടായിട്ട് വെച്ചത്. അപ്പോൾ അതിൽ ലാസ്റ്റ് മിനുക്ക് പണികളാണ്, താളിച്ചൊഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ശരിക്കും ഒരു ഉത്സവം പോലെ ആയിരുന്നു. കണ്ടതല്ല, കളർഫുള്ളായിട്ടുള്ള കപ്പ. മഞ്ഞളിത്തിരി കൂടിപ്പോയി. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മാനാർമത്തായിലത്തെ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ വാണി വിശ്വനാഥ് പറയണത്. ഇത് നമ്മുടെ നാടൻ കറി സൂപ്പറായിട്ട് തയ്യാറായി. ഇത് നമ്മുടെ കപ്പയ്ക്കുള്ള കൂട്ടാട്ടോ. പച്ചമുളക് ഇട്ട്, ഇഞ്ചി, വേപ്പില, പച്ചമുളക് അതൊക്കെ ഇട്ട് പേസ്റ്റാക്കി തേങ്ങ ഒതുക്കിയിട്ട് ആണ് കപ്പ വെച്ചത്. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ പുഴുങ്ങി വെച്ചപ്പോൾ അത് നല്ല സ്പൈസി, നല്ല രസമുണ്ടായിരുന്നു. കളറുള്ളത് വേറെ ഉണ്ട്. കളറ് ഇത് റെഡ് കളറ്, അത് റെഡ് കളറ്.
പാവ ലിസിയാൻഡി മാത്രം അടിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ലിസിയാൻഡി നോക്ക്, ലിസിയാൻഡി അയ്യോ റോസ് വല്ലപ്പോഴും ചെയ്യുന്നതെന്ന് റോസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് വീഡിയോയിലിട്ടു. അത് ഞാൻ കട്ട് ചെയ്തോളാം. അതെ, എഡിറ്റ് ചെയ്യണത് ഞാനാണല്ലോ. അതൊന്നും പറഞ്ഞില്ലേ, ഞങ്ങളത് കണ്ടില്ലെങ്കിൽ ഞങ്ങള് രണ്ടാമത് വീഡിയോ പിടിപ്പിക്കും കേട്ടോ. ഇവിടെ കൊതി പോണ്ട് ഒരാൾ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നു. നമ്മുടെ മേരി ചേച്ചിയുടെ വക ചക്ക വളർത്തിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അവർ വീട്ടിലുണ്ടായതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് കുറച്ച് പേര് അവിടെ നിന്നു, കുളിച്ചൊക്കെ ഫ്രഷായി സുന്ദരികളായി വീണ്ടും തിരിച്ചു വന്നു. പൂവാത്തൂർ ഇവിടെ സുന്ദരികളായി. ഇതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കൂടുമ്പോൾ ഫോട്ടോസ് എടുക്കുമല്ലോ. ദേ ലവ്ലിയാൻറ്റി കുളിച്ച് സുന്ദരിയായി വന്നു. ബാക്കിയുള്ളവർ പൂവാത്തൂർ ദേ ഇവിടെ മേക്കപ്പ് ഇടുന്നു. ദേ ലിസിയാൻറ്റി പോയിട്ടില്ല, ഇതന്നെയായിരുന്നു. ദേ സിമി ചേച്ചീനെ ഒരുക്കുന്നു. അങ്ങനെ മൊത്തം മേള ഇവിടെ. അതിനുശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൊന്ത ചെല്ലിയിരുന്നു കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞ് കറക്റ്റ് സമയമാകുമ്പോഴേക്കും നമ്മുടെ വികാരച്ചൻ തോമസ് വാലകാരനച്ഛനും പയ്യപ്പള്ളി അച്ഛനും വന്നു കേട്ടോ. കറക്റ്റ് സമയമായിരുന്നു, അവർ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അവർക്ക് വേറെ ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എന്നാലും നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു. ഇത് നേർച്ചക്കോഴിയുടെ ഇതായതുകൊണ്ട് തന്നെ അവർ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് വന്നിട്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഫാമിലിയും രാത്രി എല്ലാവരും ഒന്നിച്ച്, അല്ലെങ്കിൽ നമ്മൾ ലേഡീസ് മാത്രമാണ് ഉണ്ടാവാറ്. അങ്ങനെയല്ല, ഇതിപ്പോൾ എല്ലാവരുടെയും ഫാമിലിയും ഒക്കെ ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കൂടാനൊരു അവസരം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക. അതേ ലവ്ലി ആൻറ്റിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലീസ് ആൻറ്റി, അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മീനി ചേച്ചിയുടെ മോള് അനീനയുടെ അമ്മ. അപ്പോൾ ഇതാണ് ഈ മെറൂൺ കളർ ഇട്ടതാണ് അനീന, മറ്റേത് ഓഷു. ഇത് കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ ഡിഷസൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അച്ഛന്മാരെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി, നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ കപ്പയും മീൻകറിയും ചെമ്മീൻ ഉലത്തിയതുണ്ടായിരുന്നു, ചക്ക ഉലത്തിയതുണ്ടായിരുന്നു, പിടി, കോഴി, ബ്രെഡ്, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സിമി ചേച്ചി ഇതാ കാനഡയിൽ നിന്ന് പറന്നെത്തിയിരിക്കുന്നു. കാനഡയിൽ നിന്ന് തലേദിവസം വന്നിട്ടുള്ളൂ കേട്ടോ, എന്നാലും നമ്മുടെ പരിപാടിക്ക് വന്നു. ഇതേ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് കാനഡയിൽ നിന്ന്. ഇത് മാത്രം പോരാ, ഞങ്ങൾക്ക് ട്രീറ്റ് വേറെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിമി ചേച്ചി, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. തോമസ് അച്ഛൻ എല്ലാം കഴിച്ചു കേട്ടോ, തോമസ് അച്ഛൻ എല്ലാം കഴിച്ചു. പയ്യപ്പള്ളി അച്ഛൻ ഫിഷ് ഐറ്റംസ് മാത്രമേ കഴിക്കാറുള്ളൂ, ചിക്കൻ കഴിക്കാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവർ ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് പേര് ഇരുന്ന് എഴുന്നേറ്റ് ശേഷമാണ് ബാക്കിയുള്ളവർ കഴിച്ചത് കേട്ടോ. അങ്ങനെ എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ അനുവിൻ്റെ ഹസ്ബൻഡ് എന്തോ ക്യാരംസിൻ്റെ കാര്യം അച്ഛന് പറഞ്ഞു കൊടുക്കാം. ക്യാരം ബോർഡ് ഭയങ്കര പ്ലെയറാണ് അനുവിൻ്റെ ഹസ്ബൻഡ്, ഞാനിപ്പോഴും അറിയണം. ആ തൊട്ടപ്പുറത്ത് അമൽച്ചേരനും നോക്കിയിട്ടുണ്ട്. അമൽച്ചേരനും ഇഷ്ടമാണ് ക്യാരം ബോർഡ്, ക്യാരംസ് കളിക്കാറുണ്ട് അമൽച്ചേരനും. അങ്ങനെ അതേ ഒരു കുശലാന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ട്രിപ്പായിട്ട് ഇത് സെക്കൻഡ് ട്രിപ്പ് ഇവരിരുന്നു. ബാക്കിയുള്ള ഞങ്ങൾ ഫൈനൽ ട്രിപ്പിലിരുന്നുള്ളൂ, കാരണം ഞങ്ങൾക്ക് ആസ്വദിച്ച് കുറച്ച് സമയം എടുത്ത് കഴിക്കണം. അപ്പോഴേക്കും ലിസാൻഡി പോയി. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഫൈനൽ ഞങ്ങളെല്ലാവരും കൂടി തകർത്തിരുന്ന് കുറേ നേരം ഇരുന്ന് ലാസ്റ്റ് വീട്ടിലെത്തുമ്പോൾ 11:30 മണിയായി തോന്നുന്നു. എന്നാലും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ കൂടുമ്പോൾ അത് ഫാമിലിയായിട്ട് കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം എടപ്പള്ളിയിൽ പോയിട്ടാണ് കോഴി വെച്ച്, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് മീൻ ചേച്ചിയുടെ അവിടെ റിലാക്സ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞിരുന്നു. ഇത് മീൻ ചേച്ചിയുടെ അവിടെ ഒരു കിളി കൂട് കൂട്ടിയതാട്ടോ, നല്ല അടിപൊളി കിളി, നല്ല രസമുള്ള ഒരു പ്രത്യേകതയുള്ള കിളിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അമ്മനാട്ടത് എടുത്തത്, കുറച്ച് നല്ല ഹൈറ്റിലാണ്, 4 കുട്ടികളുണ്ട്. ഇങ്ങനെ എടുത്തപ്പോഴാണ് അറിഞ്ഞത് 4 കുട്ടികളുണ്ടെന്ന്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതേ പാർസൽ ബാക്കി വന്ന ഫുഡൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റ ബൈ, സീ യു.